+1 വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ സംഭവത്തിൽ അധ്യാപിക ഒളിവിൽ എന്നൊരു വാർത്തയാണ് വരുന്നത്. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് HSSലെ ഹിന്ദി അധ്യാപിക CR ചന്ദ്രലേഖയാണ് ഒളിവിൽ പോയത്. അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതേസമയം കുട്ടിയുടെ പഠനം പുനരാരംഭിക്കാനുള്ള സഹായങ്ങൾ നൽകുമെന്ന് CWC ചെയർപേഴ്സൺ ഷാനിമ ബീഗം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ നടപടി തന്നെ ഉണ്ടാവണം. ഇങ്ങനെയുള്ളവര് എന്തിനാ ടീച്ചറിന്റെ പദവിയിൽ ഇരിക്കുന്ന? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ CWC, ഞാൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു, അതിന്റെ അമ്മയെ വിളിച്ചിരുന്നു, സംസാരിച്ചു. അപ്പൊ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഠനം ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ചെയ്യാൻ അവൾക്ക് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി നമുക്ക് ആ കുട്ടിയെ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് നമ്മളൊരുക്കമാണ്, CWC ഒരുക്കമാണ്. പിന്നെ ടീച്ചർ ഒരു കുട്ടിയോട് ചെയ്യേണ്ടുന്നതായ രീതിയിലല്ല ചെയ്തതുകൊണ്ട് അത്തരത്തിലുള്ള നടപടി കൈക്കൊള്ളാനായിട്ട് നമ്മളും തീർച്ചയായിട്ടും ബന്ധപ്പെട്ടിടത്ത് അറിയിക്കുക തന്നെ ചെയ്യും. അവൾക്ക് ഇവിടെ നിന്ന് പഠിക്കണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആ കുട്ടിക്ക് അതിനുള്ള എല്ലാ വഴികളും ഒരുക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ അധ്യാപിക ഒളിവിലുമാണ്. ഈ അന്വേഷണം ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് CWC ഇപ്പോൾ വ്യക്തമാക്കുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഈ അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനു മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ, മാനേജ്മെന്റ് ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ അധ്യാപിക ഒളിവിൽ പോയിരിക്കുന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഇവരുടെ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ആരുമില്ല. ഈ പ്രദേശം കേന്ദ്രീകരിച്ചും അതിനോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും കൂടാതെ ഇവരുടെ മൊബൈൽ ടവർ അടക്കം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണ് കിളിമാനൂർ പോലീസ് കടന്നിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം പിന്നിടുമ്പോഴും നിലവിൽ അധ്യാപികയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CWCയുടെ ഭാഗത്തു നിന്ന് കർശന നടപടി ഉണ്ടാകുമെന്നും CWC ചെയർപേഴ്സൺ ആയിട്ടുള്ള ഷാനിബ ബീഗം ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടി നിലവിൽ പഠനം നടത്തുന്നില്ല. അതിനാൽ തന്നെ കുട്ടിക്ക് നിലവിൽ പഴയ സ്കൂളിൽ പഠനം തുടരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും CWCയുടെ നേതൃത്വത്തിൽ നൽകും എന്നാണ് ഷാനിബ ബീഗം ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠനം പുനരാരംഭിക്കാനുള്ള എല്ലാ നടപടികളും CWCയുടെ ഭാഗമായിട്ടുണ്ടാകും. ഇതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ കുടുംബത്തോട് നേരിൽ സംസാരിക്കാനും CWC തയ്യാറായിട്ടുണ്ട്. തിങ്കളാഴ്ച കുട്ടിയുടെ കുടുംബം ഇവരെ നേരിൽ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജൂണിലായിരുന്നു. ഈ ജൂണിൽ ഈ സ്കൂളിൽ കുട്ടി +1 അഡ്മിഷൻ എടുക്കുന്നു. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പഠനം തുടരാൻ കഴിയുന്നില്ല. പിന്നീട് ഇതിനിടയിലാണ് സഹ അധ്യാപകനോടുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധ്യാപിക കുട്ടിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുട്ടി പൂർണ്ണമായും പഠനം നിർത്തുന്നു. പിന്നീട് ഈ പ്രശ്നത്തെ തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും പട്ടികവർഗ വികസന വകുപ്പിനും അതിനോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അധ്യാപികയ്ക്കെതിരെ നടപടി ഉണ്ടായതും പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ പോക്സോ കേസിന് പുറമെ പട്ടികജാതി വകുപ്പ് പ്രകാരവും അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അധ്യാപിക കസ്റ്റഡിയിലാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും ആ കുട്ടിയുടെ പഠനം പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അധ്യാപികയ്ക്കെതിരെ കർശനമായ നടപടികളും ആവശ്യം തന്നെയാണ്.